ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ C&S വ്ളോഗ്. എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് 300 GSM വരുന്ന A4 സൈസിലുള്ള ഡ്രോയിങ് ഷീറ്റാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒന്നിങ്ങോട്ട് എടുക്കുകയാണ്. അപ്പോൾ ബുദ്ധ പെയിൻറ്റിങ് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്യൂട്ടോറിയലാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ആണെങ്കിൽ ആർക്ക് വേണമെങ്കിലും നല്ല അടിപൊളിയായിട്ട് വരച്ച് തീർക്കാവുന്ന രീതിയിലാണ് കേട്ടോ വീഡിയോയിൽ കാണിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് കുറച്ച് സിമ്പിളായിട്ടുള്ള ടിപ്സും കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഡ്രോയിങ് ഉണ്ടല്ലോ, അതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് സ്കെച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് ഇതുപോലെ സ്കെച്ചിങ് ചെയ്യാനായിട്ടുള്ള ട്രേസിങ് പേപ്പറോ ഒന്നും ഇല്ലാതെ നമുക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കാം. പക്ഷേ എല്ലാവർക്കും അങ്ങനെ വരയ്ക്കാൻ പറ്റണമെന്നില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ഒരു റെഫറൻസ് എടുക്കാം. ഞാനിപ്പോൾ പിൻട്രസ്റ്റിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരെ ഔട്ട്ലൈൻ തന്നെ കിട്ടുകയാണെങ്കിൽ നമുക്കതൊന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റ് എടുത്താൽ മതി. ആ ഒരു ഫോട്ടോ അയച്ചു കൊടുത്താൽ അവർ പ്രിൻ്റ് എടുത്ത് തരും. ഒരു 5 രൂപയൊക്കെ മാക്സിമം ആവുള്ളൂ. ഇനി ചിലപ്പോൾ ഓൾറെഡി പെയിൻറ്റ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് ആയിരിക്കും നമുക്ക് ഇഷ്ടമാവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു ഔട്ട്ലൈൻ സ്കെച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ഗൂഗിൾ ജെമിനിയിൽ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പെൻസിൽ ഡ്രോയിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു ഔട്ട്ലൈൻ സെറ്റാക്കി തരാൻ പറഞ്ഞാൽ ഇതുപോലത്തെ രീതിയിൽ ഞങ്ങൾക്ക് കിട്ടും കേട്ടോ. അത് ഡൗൺലോഡ് ചെയ്യാം, എന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പ്രിൻ്റ് എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പെയിൻറ്റിങ്ങിന് വേണ്ടി മാത്രമല്ല, നമ്മളിനി ഏതൊരു പെയിൻറ്റിങ് അല്ലെങ്കിൽ ഒരു ഡ്രോയിങ് ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അതും ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് മാത്രമാണ് കേട്ടോ. അല്ലാതെ ഭയങ്കര പ്രൊഫഷണലായിട്ട് അങ്ങനത്തെ രീതിയിൽ പറയാൻ എനിക്കറിയില്ല. ഞാനും പെയിൻറ്റിങ്ങും ഡ്രോയിങ്ങും ഒന്നും പഠിച്ചിട്ടുള്ള ഒരാളല്ല. നമ്മളും ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് ഓരോ കാര്യങ്ങൾ അപ്പോൾ നമുക്ക് കിട്ടുമല്ലോ, അങ്ങനെ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലൊരു കാർബൺ പേപ്പർ നമ്മുടെ ആ ഒരു ഡ്രോയിങ് ഷീറ്റിന് മുകളിലായിട്ട് കാർബൺ പേപ്പർ വെച്ച് കൊടുക്കുക. അതിന് മുകളിൽ നമ്മൾ പ്രിൻ്റ് എടുത്ത ആ ഒരു പിക്ചർ കൂടി വെച്ച് കൊടുത്തിട്ട് ട്രേസ് ചെയ്യാം കേട്ടോ. കാർബൺ പേപ്പറും ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേഷനറി ഷോപ്പിലും അവൈലബിൾ ആയിരിക്കും. പിന്നെ അതിൽ തന്നെ നമുക്ക് ബ്ലൂ, യെല്ലോ, റെഡ് അങ്ങനെ പല കളേഴ്സ് വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കളർ ഉണ്ടാവില്ലേ, അതുമായിട്ട് ഏകദേശം അടുത്ത് പോകുന്ന കളറിലുള്ള കാർബൺ പേപ്പർ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഔട്ട്ലൈൻ ഭയങ്കരമായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും, എടുത്ത് കാണിക്കും. അപ്പോൾ നമ്മൾ വരയ്ക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നതിന് ആ ഒരു റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് തോന്നില്ല കേട്ടോ. അത്രയും ഭയങ്കര ഭംഗിക്ക് നമുക്ക് കിട്ടണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഏകദേശം ആ ഒരു കളറുമായിട്ട് ഒത്തുപോകുന്ന കാർബൺ പേപ്പർ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു ബ്ലൂ ഷെയ്ഡ് തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ബ്ലൂ കളറിലെ കാർബൺ പേപ്പർ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ട്രേസ് ചെയ്ത് കഴിയുമ്പോൾ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ആ ഒരു ഇമേജിൻ്റെ ഔട്ട്ലൈൻ കിട്ടിയിട്ടുണ്ട്. ഇനി ഔട്ട്ലൈൻ നല്ല അടിപൊളിയായിട്ട് കിട്ടുക എന്നുള്ളത് നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അതുകൂടാതെ നമ്മൾ എങ്ങനെ പെയിൻറ്റിങ് ചെയ്യുന്നു, അതെങ്ങനെ ബ്ലെൻഡ് ആവുന്നു, അങ്ങനത്തെ കാര്യങ്ങളും കൂടി ചേർന്ന് വരുമ്പോഴേ ആ ഒരു പെയിൻറ്റിങ് അടിപൊളിയായിട്ട് വരുള്ളൂ. അല്ലാതെ ഔട്ട്ലൈൻ മാത്രം സെറ്റായി കഴിഞ്ഞാൽ സംഭവം അത്ര റെഡി ആവില്ല കേട്ടോ. അങ്ങനെ നമ്മളിതാ പെയിൻറ്റിങ്ങിൻ്റെ പരിപാടികളൂടി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ വാട്ടർ കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ബ്ലൂ കളർ വെച്ചിട്ട് ലൈറ്റായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കംപ്ലീറ്റ് ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ഡ്രോയിങ് ഷീറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ബ്ലൂ ഷെയ്ഡ് കൊടുക്കുക. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ ലൈറ്റായിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഡാർക്ക് വേണമെന്നൊക്കെ ഉള്ളത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലാണല്ലോ നമ്മൾ ഡ്രോയിങ്സ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ലൈറ്റായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേ ബാക്കിയുള്ളത് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാനും ഞാൻ പറഞ്ഞില്ലേ ബ്ലൂ ഷെയ്ഡാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ ബ്ലൂ കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ടോർക്കോയ്സ് ബ്ലൂ ആണ് കേട്ടോ 22. ഈ ഒരു ഫേസിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കുറച്ച് ഡാർക്കായിട്ടാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ഡാർക്കിൽ നിന്ന് തുടങ്ങി പിന്നെ ഒരു ലൈറ്റ് ഷെയ്ഡൊക്കെ കൊടുത്ത് ലൈറ്റായിട്ടുള്ള രീതിയിലേക്ക് അങ്ങനെ നമ്മളിത് കൊണ്ടുവരാണ്. അതുപോലെ സൈഡിൽ നമ്മൾ വരച്ചിട്ടുള്ള ലോട്ടസ് ഫ്ലവേഴ്സിനായാലും അതിൻ്റെ ലീഫിനായാലും അതിലൊക്കെ ഈ ഒരു ബ്ലൂ കളർ കൂടി മിക്സ് ചെയ്തിട്ടുള്ള രീതിയിലാണ് കേട്ടോ. അല്ലാതെ വേറെ കളേഴ്സൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ കംപ്ലീറ്റ് ഒരു ബ്ലൂ മയം തന്നെയാണ്. കാരണം അപ്പോഴേ നമ്മുടെ ആ ഒരു പെയിൻറ്റിങ്ങിന് അത്രയും ഒരു എടുപ്പുണ്ടാവുള്ളൂ. പിന്നെ ആ ഒരു ഫേസിന് മുകളിലേക്കുള്ള ഭാഗത്തേക്കാണെങ്കിൽ ഞാൻ ബ്ലൂ കളറും പിന്നെ വയലറ്റും കൂടി മിക്സ് ചെയ്തിട്ടായിരുന്നു കേട്ടോ യൂസ് ചെയ്തത്. പിന്നെ നേരത്തെ പറഞ്ഞ രീതിക്ക് നമ്മൾ ടോർക്കോയ്സ് ബ്ലൂ 22 ആ ഒരു കളർ തന്നെ ആ ഒരു കളർ വെച്ചിട്ട് തന്നെ പല ഷെയ്ഡ്സ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അല്ലാതെ ഇവിടെ ഞാൻ വേറെ കളർ മിക്സിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ഫേസിലും നമ്മുടെ ഫ്ലവേഴ്സിലൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ആയിട്ട് ഫസ്റ്റ് ഒരു ബേസ് പോലെ ഞാൻ വയലറ്റ് കളർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ നേരത്തെ കൊടുത്ത പോലെ ഫസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വാഷ് ഔട്ട് ചെയ്ത് അടിച്ചു കൊടുത്തു. നെക്സ്റ്റ് അതിന് മുകളിലായിട്ട് നമ്മൾ ബ്ലൂ കളർ കുറച്ച് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ബുദ്ധ പെയിൻറ്റിങ്സ് അല്ലെങ്കിൽ ഡ്രോയിങ്സ് ഫോട്ടോസൊക്കെ നോക്കുമ്പോൾ ഇവിടെ നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സിൽവർ കളറും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റാലിക് കളേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ നന്നായിട്ട് പോകുന്നത് സിൽവർ കളറാണെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്തു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് അടിച്ചു കൊടുത്ത പെയിൻറ്റൊക്കെ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, ലോട്ടസിനൊന്ന് പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ബ്ലൂ കളറും പിന്നെ കുറച്ച് ഗ്രീനും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറാണ് ഇവിടെ അടിച്ചു കൊടുക്കുന്നത്.
അതും നേരത്തെ പറഞ്ഞ രീതിക്ക് നമുക്ക് ആ ഒരു ഡാർക്ക് കളർ, ലൈറ്റ് കളർ ആ ഒരു ഷെയ്ഡിലേക്ക് കൊണ്ടുവന്നിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ലോട്ടസിൻ്റെ ഫ്ലവേഴ്സിനും പിന്നെ മുട്ടുകൾക്കൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ വൈറ്റ് കളർ വെച്ചിട്ട് കുറച്ച് ഹൈലൈറ്റിങ് പരിപാടികൾ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചായിരുന്നു. അതെല്ലാത്തിലൊന്നും ചെയ്തിട്ടില്ല. അതെ വലുതായിട്ട് നിൽക്കുന്ന ആ ഒരു നന്നായിട്ട് വിടർന്ന് നിൽക്കുന്ന പൂവുണ്ടല്ലോ, ആ ഒരു ഇമേജിൽ മാത്രം ഇതുപോലെ വൈറ്റ് വെച്ച് കുറച്ച് അൽഗോരിതപ്പണികളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡാർക്ക് ബ്ലൂ വെച്ചിട്ട് ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ ഫ്ലവേഴ്സ് നമ്മൾ സെറ്റാക്കി എടുത്തു കേട്ടോ. ഞാൻ ലീവ്സിനും സ്റ്റെമ്മിനും ഒക്കെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡാർക്ക് ഗ്രീൻ കളർ ഉണ്ടല്ലോ, അതിൽ കുറച്ച് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അവിടെയും നമ്മൾ ബ്ലൂ കളർ യൂസ് ചെയ്തിട്ടുണ്ട് ഹൈലൈറ്റിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ വെയിൻസിന് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ലെമൺ യെല്ലോ കളർ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒരു ലീഫിൽ പെയിൻറ്റ് ചെയ്ത് നോക്കി, പക്ഷേ സംഭവം സെറ്റായില്ല. നമ്മൾ ഇത്രയും നേരം പെയിൻറ്റ് ചെയ്തതുമായിട്ട് നോക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ എടുത്ത് നിൽക്കുമായിരുന്നു. അതുപോലെ അതുമായിട്ട് ചേർന്ന് പോവാത്ത പോലെ എനിക്ക് തോന്നി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അതിലെ കംപ്ലീറ്റ് ഇങ്ങനെയും ഒന്ന് വാഷ് ഔട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു കളറുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ കുറച്ചുകൂടി രസമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നതെന്നുള്ളത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് ഫൈനൽ ലുക്ക് കണ്ടിട്ട് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ബ്ലൂവും ഗ്രീനും തന്നെ വെയിൻസിന് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു. സ്റ്റെമ്മിനും പെയിൻറ്റ് ചെയ്യാനായിട്ട് ഗ്രീൻ കളറും ബ്ലൂ കളറും തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ ഡാർക്ക് ഗ്രീനിൽ കുറച്ച് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ഡാർക്ക് ബ്ലൂവും കൂടി വരുന്ന രീതിയിലൊന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു മെറ്റാലിക് കളർ യൂസ് ചെയ്യാണ് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് സിൽവർ കളറാണ് കേട്ടോ. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ഹൈലൈറ്റിങ്ങും ഷെയ്ഡിങ് പരിപാടികളും കൂടി ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റാവും. അപ്പോൾ ആ ഒരു ഫേസൊക്കെയാണ് നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. കാരണം ഫേസ് മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ പോയല്ലോ. അപ്പോൾ ഇവിടെ ആയിട്ട് ഇതേ ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സൈഡിൽ ഇതുപോലെ നമ്മൾ വൈറ്റ് കളർ കൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലാക്ക്, വൈറ്റ്, പിന്നെ വീണ്ടും ബ്ലൂ കളർ, ഗ്രീൻ, അതുപോലെ ലൈറ്റ് ആക്കി കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടൊന്ന് കിട്ടുക. പിന്നെ നമ്മുടെ ലോട്ടസിലാണെങ്കിലും ചെറിയൊരു പണി ബാക്കിയിപ്പുണ്ട്. ഇതുപോലെ നമ്മൾ ലെമൺ യെല്ലോ കളർ വെച്ചിട്ട് കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ആ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആവുക അല്ലേ. അങ്ങനെ പെയിൻറ്റിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 24 മണിക്കൂർ നമ്മൾ ആ ഒരു പെയിൻറ്റൊക്കെ നന്നായിട്ട് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വയ്ക്കുക. അതങ്ങനെ ഞാൻ വെച്ച് പിറ്റേ ദിവസം നമ്മളത് ഫ്രെയിം ചെയ്യാനായിട്ട് പോവാണ്. ഈ ഒരു ഫ്രെയിം ഞാൻ മീഷോന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ. 500 രൂപയ്ക്ക് നമുക്ക് 6 ഫ്രെയിമാണ് കിട്ടുക. ഇതുപോലത്തെ 6 ഫ്രെയിം A4 സൈസിൽ വരുന്നത്. സൈഡിലായിട്ട് നമുക്ക് മെറ്റാലിക് ഗോൾഡൻ പ്രിൻ്റൊക്കെ വന്നിട്ടുണ്ട്. സംഭവം ശരിക്കും വർത്താണ്. നല്ല അടിപൊളി ഫ്രെയിം തന്നെയാണ് കേട്ടോ. ഞാനിവിടെ 3-4 ഫോട്ടോസ് ഓൾറെഡി ഫ്രെയിം ചെയ്ത് വെച്ചായിരുന്നു. ഇനിയിപ്പോൾ 2 ഫ്രെയിമും കൂടി ബാക്കിയുള്ളൂ. അതിലൊന്ന് നമ്മുടെ ബുദ്ധ പെയിൻറ്റിങ് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുകയാണ്. പിന്നെ ഈ മുകളിലുള്ളത് ഗ്ലാസ് അല്ല, നമ്മുടെ OHP ഷീറ്റില്ലേ ആ ഒരു സംഭവമാണ്. പക്ഷേ നമ്മുടെ പെയിൻറ്റിംഗ് ഒക്കെ ഫ്രെയിം ചെയ്യാനായിട്ട് ഇത് തന്നെ മതി കേട്ടോ. നമുക്ക് സ്വന്തമായിട്ട് ഫ്രെയിം ചെയ്യുമ്പോഴും അല്ലെങ്കിലും സംഭവം നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കും. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ വോളിലേക്ക് ഹാങ് ചെയ്യാനാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ വെർട്ടിക്കലായിട്ടും അല്ലെങ്കിൽ ഹൊറിസോണ്ടലായിട്ടും ഹാങ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ പെയിൻറ്റിങ് വെച്ച് കൊടുത്തിട്ട് ആ ഒരു വുഡൻ ഫ്രെയിം വെച്ചിട്ട് ലോക്ക് ചെയ്യുക. അപ്പോൾ ഫ്രെയിം ചെയ്യലും കഴിയും. അങ്ങനെ നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ ഒരു പെയിൻറ്റിങ് ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാനായിട്ട് എൻ്റെ ഇൻസ്റ്റയിൽ ഒന്ന് DM ചെയ്താൽ മതി. ഇൻസ്റ്റ ID ഞാൻ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.